ഹലോ. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നൊരു ചർച്ചയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം. അതൊരു വലിയ ചർച്ചയാവാൻ ആദ്യം തൊട്ടേ പല പല കാരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യം വന്നൊരു കാരണമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള 12ഓളം കല്യാണങ്ങൾ മാറ്റിവെച്ചു എന്നായിരുന്നു ആദ്യം വാർത്ത വന്നിരുന്നത്. പിന്നീട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞു കല്യാണങ്ങളൊന്നും തന്നെ മാറ്റി വെച്ചിട്ടില്ല, 48 കല്യാണങ്ങളുടെ സമയം മാത്രമാണ് മാറ്റിയിട്ടുള്ളത് എന്ന രീതിയിൽ പിന്നീട് ഒരു വാർത്ത വന്നു. സമയക്രമത്തിൽ മാറ്റം വരുത്തി. അതിന് പ്രത്യേകം കാരണവും പറയുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ദർശനം നടത്തുന്നതിനായിട്ടും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും സുരക്ഷ വേണ്ടുന്ന ഒരു വ്യക്തി വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെ അവിടുത്തെ ക്രമീകരണങ്ങളും ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത കല്യാണം ആയതുകൊണ്ട് തന്നെ കല്യാണം മാറ്റിവെക്കാൻ പറ്റില്ല. സമയക്രമത്തിൽ മാറ്റം വരുത്തി, കല്യാണത്തിൽ പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തി, അങ്ങനെയുള്ള കർശനമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിഷയം ആണ് ആദ്യം വന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട്. പിന്നീട് വന്നത് തൃശ്ശൂർ ലൂർദ് മാതാ പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം അണിയിച്ചപ്പോൾ ആ കിരീടം താഴെ വീണത് ഇപ്പോൾ വ്യക്തമായ വാർത്ത വരുന്നുണ്ട്. ഒരു ക്യാമറാമാൻ ക്യാമറ പൊക്കിയപ്പോൾ അയാളുടെ ക്യാമറ കൊണ്ടിട്ടാണ് ആ ഒരു കിരീടം താഴത്തേക്ക് വീഴുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. മാതാവിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇയാളുടെ അഭിനയിക്കുകയാണ്, ഇയാൾ കള്ളത്തരമാണ് കാണിക്കുന്നത്, അപ്പോൾ ഇയാളുടെ കള്ളത്തരം മാതാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കിരീടം താഴത്തേക്ക് വീണത് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഇതേണക്ക് വളച്ചൊടിക്കാനും കഴിവുള്ള ആൾക്കാർ ഒരുപാട് പേരാണ്. അത് വളച്ചൊടിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്നും എല്ലാവർക്കും മനസ്സിലാവും. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി BJPയുടെ MP ആയിരുന്ന കാലം അല്ലെങ്കിൽ BJPയോട് ചേർന്ന സമയം തൊട്ട് അദ്ദേഹത്തോട് വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി എതിർക്കുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ അദ്ദേഹം ചെയ്യുന്ന നന്മകളും പലതുണ്ട്, അതാരും കണക്കിലെടുക്കുന്നില്ല. ചെയ്യാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പല പല വാഗ്ദാനങ്ങൾ ഇലക്ഷൻ സമയത്ത് പറയും. പക്ഷേ അതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒന്നുപോലും സാധിക്കാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇദ്ദേഹം ഒരു കാര്യങ്ങളും സാധിച്ചു തരാമെന്ന് വാക്ക് കൊടുത്തിട്ട് ഇന്ന് വരെ ആരെയും പറ്റിച്ച ഒരു കാര്യം ഇന്ന് വരെയും കേട്ടിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള പണം എടുത്തിട്ടാണ് അദ്ദേഹം എല്ലാവരെയും സഹായിച്ചിട്ടുള്ളത്. എത്രയോ വാർത്തകൾ കണ്ടിരിക്കുന്നു, എത്രയോ വീഡിയോകൾ കണ്ടിരിക്കുന്നു അദ്ദേഹം സഹായിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സ്വന്തം കീശയിലെ കാശെടുത്ത് ആരെങ്കിലും സഹായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അങ്ങനൊരു അറിവുമില്ല. കാരണം രാഷ്ട്രീയപരമായ വാക്ക് തർക്കങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളോ ഉണ്ടാവാം എന്ന് കരുതി ഒരു മനുഷ്യൻ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി താഴ്ത്തിക്കെട്ടുന്ന ഒരു സ്വഭാവം അത് നല്ലതല്ല. ഇപ്പോൾ വീണ്ടും മൂന്നാമത്തൊരു വിവാദം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അടുത്തൊരു വിവാദമാണ്. വൻ താരനിര ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ. മോഹൻലാലും മമ്മൂട്ടിയും ബിജു മേനനും ദിലീപും ജയറാമും ഖുഷ്ബു എല്ലാവരും ഉൾപ്പെട്ട വൻ താരനിര തന്നെയായിരുന്നു കല്യാണത്തിന്. അപ്പോൾ ഇപ്പോൾ വരുന്ന വിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങാണ്. അപ്പോൾ വൻ സുരക്ഷയോടുകൂടി അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി നടക്കും. അപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പോൾ മമ്മൂട്ടി വന്നപ്പോൾ ചെക്ക് ചെയ്തു, മോഹൻലാൽ വന്നപ്പോൾ ചെക്ക് ചെയ്യാതെയാണ് അകത്തേക്ക് കയറ്റിയത് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത വരുന്നത്. അപ്പോൾ നമ്മുടെ സുരക്ഷയുടെ ഭാഗമായിട്ട്, പ്രധാനമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് എന്തായാലും നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടല്ലോ, അതുവഴി കയറുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ആയുധങ്ങളുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യും. അവർ സൗണ്ട് കേൾക്കും. അതിലൂടെ കയറിയതിന് ശേഷമാണ് വീണ്ടും അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ നിന്നിട്ട് നമ്മുടെ ബോഡിയിൽ മെഷീൻ വെച്ച് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ മമ്മൂക്ക അവിടെ നിന്നു. പക്ഷേ മോഹൻലാൽ നിൽക്കാതെ കയറി അകത്തേക്ക് പോയി. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടൻ്റാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത്. മമ്മൂക്കയെ മാത്രം പരിശോധിച്ചു, മോഹൻലാലിനെ പരിശോധിച്ചില്ല. മോഹൻലാലിന് കേണൽ പദവി ഉള്ളത് കൊണ്ടാണോ എന്നുള്ള രീതിയിലൊക്കെ. പക്ഷേ അത് അന്നേരത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയതാവാം. എന്താണെന്ന് നമുക്കറിയില്ല, അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തി BJPയുടെ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും കുറ്റം കണ്ടെത്താൻ മാത്രമാണ് ആളുകൾ ശ്രമിക്കുന്നത്. അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിന്ദിക്കാതിരിക്കുക. കാരണം അദ്ദേഹം ചെയ്യുന്ന പോലെ ഈ നിന്ദിക്കുന്ന ആൾക്കാർ ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ ഒരു നല്ല ഒരു കാര്യമായിട്ട് പറയാം. അല്ലാതെ ഈ എന്തൊക്കെ ചെയ്താലും
അതിനെ കുറ്റമായിട്ട് മാത്രം കാണുന്നവർ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയധികം വാർത്ത വരുന്നത്. പിന്നെ നരേന്ദ്രമോദി, പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി, അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് കല്യാണത്തിൽ പങ്കെടുക്കാൻ മാത്രം വന്നതൊന്നും അല്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയോട് മാത്രമായിട്ടുള്ള സ്നേഹം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടൊന്നും മാത്രമല്ല. അദ്ദേഹത്തിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ കേരളത്തിലേക്കും BJPയുടെ ഭരണം കൊണ്ടുവരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അദ്ദേഹം നമ്മുടെ നാട്ടിലെത്തുകയും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കും, മുൻനിരയിൽ നിന്ന് എല്ലാ ചടങ്ങുകൾക്കും പങ്കുചേരുകയും ചെയ്തിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പങ്കെടുത്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പരിപാടികളൊക്കെ കണ്ടാൽ അറിയാം. വാർത്തകളിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ വാർത്തകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്. അപ്പോൾ BJP എന്നൊരു പാർട്ടിയെ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവരിക, ഇപ്പം LDFും UDFും മാറി മാറി ഭരിക്കുന്നതെന്ന രീതി മാറ്റി BJP ഭരണത്തിൽ വരിക എന്നുള്ള രീതിയാണ്. BJPയിൽ ഭരണത്തിൽ വരുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവരുടെ ഭരണം എങ്ങനെയാണെന്ന് കാണാം. ഇപ്പം LDFിൻ്റെ ഭരണം ആദ്യത്തെ 5 വർഷം നല്ലതായതുകൊണ്ടാണ് അവരെ വീണ്ടും ജയിപ്പിച്ച് വിട്ടത്. രണ്ടാം തവണ കയറിയപ്പോൾ അവരുടെ പ്രവൃത്തികളൊക്കെ ആദ്യം ചെയ്തതിൻ്റെയൊക്കെ വിപരീതമായിട്ടാണ് വന്നിട്ടുള്ളത്. ആൾക്കാരെ അങ്ങേയറ്റം വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങേയറ്റം ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും ആളുകൾ മാറി ചിന്തിക്കും. BJP കൂടി വന്നാൽ എന്തായിരിക്കും ഇവിടുത്തെ ഭരണ രീതി എന്നുള്ള രീതി അറിയാനായിട്ട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രയും നാളും BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടിൻ്റെ അംശം അല്ലെങ്കിൽ വോട്ടിൻ്റെ അളവ് ഇത്തവണ ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കാം. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവൃത്തികൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ഒരാശങ്ക മാത്രമേ ഉള്ളൂ. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ, ഇവിടെയും കേരളത്തിലും BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ആരും ബീഫ് കഴിക്കാൻ പാടില്ല എന്നൊരു പ്രശ്നം വരുമോ എന്നൊരാശങ്ക മാത്രമേ എനിക്കുള്ളൂ. കാരണം പശുവിനെ വളർത്തുന്ന അല്ലെങ്കിൽ പശു എങ്ങാനും ചത്തുപോവോ അല്ലെങ്കിൽ പോത്തിനെ വളർത്തി അത് ചത്തുപോവോ അല്ലെങ്കിൽ പോത്ത് ഇറച്ചി വാങ്ങിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഉടനെ തല്ലിക്കൊല്ലുന്ന ഒരവസ്ഥ നമ്മുടെ നാട്ടിലും വരുമോ എന്നൊരാശങ്ക മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒരു പ്രശ്നവും എനിക്ക് ഇല്ല. കാരണം BJP എന്നൊരു പാർട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നൊരു കാര്യം ഇത് മാത്രമാണ്. പക്ഷേ ഈ ഒരു കാര്യം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രമേ എതിർപ്പായിട്ട് പറയാനുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ കേട്ടോ. കാരണം ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്ന കാരണം സുരേഷ് ഗോപി എന്നൊരു വ്യക്തിയുടെ മകളുടെ കല്യാണം ഇത്രയധികം എന്താ പറയുക മോശമായ രീതിയിൽ ട്രോളുകളും വീഡിയോകളൊക്കെ ഇറക്കുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരു വ്യക്തി മകളുടെ കല്യാണം നടത്തുമ്പോൾ ഇത്രയധികം അധപ്പതിക്കുന്ന രീതിയിൽ കമൻറ്റുകൾ പറയുകയും വീഡിയോകൾ ചെയ്യുകയും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടത്തുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചെയ്യുന്നു. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതിനിങ്ങനെ ഓരോ വാർത്തയും അല്ലെങ്കിൽ ഓരോ വിവരങ്ങളും ഇങ്ങനെ വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പറയാനുള്ളൂ. താങ്ക് യു.